കർക്കിടകം അവസാനിക്കും മുമ്പ് ഈ നക്ഷത്രജാതകർക്ക് ഇരട്ട രാജയോഗമാണ്. ആഗസ്റ്റ് മാസം 8-ാം തീയതി വ്യാഴാഴ്ച മുതൽ ചതുർത്ഥി വൃദ്ധമാണ്. കർക്കിടക ചതുർത്ഥി വിനായക ചതുർത്ഥിക്ക് മുൻപുള്ള ചതുർത്ഥി. വിനായകനെ പ്രാർത്ഥിച്ച് സകല സങ്കടങ്ങളും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക. 8 നാളുകാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ്. 21 പ്രാവശ്യം വിനായകനെ വലം വയ്ക്കുക. 21 പ്രാവശ്യം വിനായകന് ഏത്തമിടുക. 21 പ്രാവശ്യം വിനായകൻ്റെ അടുത്ത് വന്ന് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണമേ എന്ന്. ഈ 8 നാളുകാർക്കും ഇനി അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും വന്നു നിറയും. ഇവർ കുതിച്ചു കയറും. ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തുന്നത്. കുതിച്ചുയരുന്ന, എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന, നല്ല ഒരു സമയമുള്ള, സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന, ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ആ 8 നക്ഷത്ര ജാതകരെ നമുക്കിന്നറിയാം. ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവർ കുതിച്ചു കയറുക തന്നെ ചെയ്യും. ഇവരുടെ സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം പുണർതമാണ്. 2ാമത്തെ നക്ഷത്രം പൂയമാണ്. 3ാമത്തെ നക്ഷത്രം ആയില്യമാണ്. 4ാമത്തെ നക്ഷത്രം പൂരുരുട്ടാതിയാണ്. 5ാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. 6ാമത്തെ നക്ഷത്രം രേവതിയാണ്. 7 വിശാഖം, 8 അനിഴം. ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു. ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തുന്നു. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അതായത് ഓഗസ്റ്റ് മാസം 8-ാം തീയതി മുതൽ ഇവരുടെ സൗഭാഗ്യ സമ്പന്നത ആരംഭിക്കുന്നു. ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു. ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരുന്നു. ഇവർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്, ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക, തൃക്കൈവെണ്ണ നടത്തുക, ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചോ, ദുരിതങ്ങൾ അനുഭവിച്ചോ, അതൊന്നും ഇനി മനസ്സിൽ വെച്ച് അയവിറക്കിയിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ഉയരണം. ഇനി നമുക്ക് ഉയർച്ചയിലെത്തണം. ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരണം. സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടണം. അതിനെന്താണ് വേണ്ടുന്നത്? നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തണം. അവിടെ ഒരു കൊച്ചു വിളക്ക് മേടിച്ചു വെച്ച് നിങ്ങൾ പ്രാർത്ഥന നടത്തണം. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറണമേ എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും ദേവി പ്രസാദിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും. കുടുംബക്ഷേത്രം എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികർ ആരാധിച്ചിരുന്ന ക്ഷേത്രം, നമുക്ക് മാത്രമായിട്ടുണ്ടായിരുന്നൊരു ക്ഷേത്രം. അവിടെ പോകണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും. സങ്കടങ്ങളൊക്കെ മാറുന്നതിനോടൊപ്പം ജീവിതത്തിൽ ഒത്തിരി നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇതിനൊരു സംശയവും വേണ്ട. ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഉയർച്ചയുടെയും അതീവ ഉയർച്ചയുടെ കാലഘട്ടം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.